ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പ് ധ്യാനത്തിൻ്റെ 14-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തെ വചനധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, വിളക്ക് കത്തിച്ച് പാറയിൻ കീഴിലോ കട്ടിലിൻ കീഴിലോ വയ്ക്കുമാറുണ്ടോ? വിളക്ക് തണ്ടിന്മേലല്ലയോ വയ്ക്കേണ്ടത്? വെളിപ്പെടുവാനുള്ളതല്ലാതെ ഗൂഢമായത് ഒന്നുമില്ല, വെളിച്ചത്ത് വരുവാനുള്ളതല്ലാതെ മറവായത് ഒന്നുമില്ല. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചു കൊള്ളുവീൻ. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്നു കിട്ടും, അധികമായും കിട്ടും. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനോടോ ഉള്ളതുകൂടി എടുത്തു കളയും എന്ന് അവൻ അവരോട് പറഞ്ഞു. ഈ വേദഭാഗത്തിൻ്റെ ആദ്യത്തെ വാക്കുകളിൽ നമ്മളോട് ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ, നമുക്ക് ലഭിച്ചിരിക്കുന്ന വെളിച്ചം നമ്മൾ പാറയിൻ കീഴിലോ കട്ടിലിൻ കീഴിലോ വയ്ക്കാറുണ്ടോ എന്നാണ് ദൈവം നമ്മളോട് ചോദിക്കുന്നത്. എന്താണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വെളിച്ചം? അത് നമ്മുടെ ഉള്ളിലെ ദൈവിക വചനമാണ്, ദൈവിക വെളിച്ചമാണ്. അത് മറ്റുള്ളവരിലേക്ക് ഉയരത്തിൽ വെച്ച് മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസവും വചനവും ഈ പ്രകാശത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ നമ്മൾ ഈ നോമ്പ് കാലത്ത് ശ്രമിക്കുക. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന മോശം അനുഭവങ്ങൾ, മറ്റുള്ളവരുടെ മുന്നിൽ നാണക്കേടുണ്ടായേക്കാം, അങ്ങനത്തെ പല അനുഭവങ്ങളുണ്ടായേക്കാം. അതിലേറെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ അറിയിച്ചിട്ടില്ലേ? നമ്മൾ അതൊന്നും കാണാതെ നമ്മുടെ ജീവിതത്തിൽ പറ്റിയ തെറ്റുകുറ്റങ്ങളെ മാത്രം കണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഈ നല്ല വെളിച്ചത്തെ നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത്. കർത്താവ് ഈ വാക്യത്തിൽ പറയുന്നുണ്ട്, നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം നമ്മൾ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതിലുപരി മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മളൊരു വെളിച്ചമാകണം. മറ്റുള്ള ജീവിതത്തിൽ സന്തോഷം എത്തിക്കാനായിട്ട്, ഈ ദൈവവചനം എത്തിക്കാൻ, ദൈവത്തിൻ്റെ വിശ്വാസത്തെ എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ദൈവം നമ്മളോട് പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ മറ്റുള്ളവർ നമ്മളോട് ഇടപഴകുമ്പോൾ അവരുടെ ജീവിതത്തിൽ നമ്മൾ വെളിച്ചം പകരാറുണ്ടോ? അല്ലെങ്കിൽ അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തെ തിരിച്ചറിയാറുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട ഒരു വസ്തുതയാണ്. അതുകൊണ്ടാണ് ദൈവം നമ്മളോട് പറയുന്നത്, നിങ്ങൾ അളക്കുന്ന അളവിൽ നമുക്ക് തിരിച്ച് അളന്ന് കിട്ടുമെന്ന്. അതുകൊണ്ട് തന്നെ ഉള്ളവന് കൂടുതൽ നൽകപ്പെടും എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ലോകത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റുള്ളവർ പറയും, അതങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന്. പക്ഷേ ഇതിൽ കർത്താവ് പറയുന്നത്, ദൈവസന്നിധിയിൽ കൂടുതൽ എരിയുന്നവർക്ക് കൂടുതൽ പ്രകാശം ലഭിക്കും. ഈ ഒരു വസ്തുതയാണ് ഈ വാക്യത്തിൽ നിന്ന് ദൈവം നമ്മളിലേക്ക് എത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാലോ നമ്മൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വെളിച്ചം ഒളിപ്പിച്ച് വെക്കുക അല്ലെങ്കിൽ പാത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രകാശവും അതിന് അനുസരിച്ചായിരിക്കും, കുറവ് തന്നെയായിരിക്കും. ദൈവസ്നേഹത്തിന് വേണ്ടി നമ്മളുടെ വെളിച്ചം എരിഞ്ഞു തീരുവാനായിട്ട് നമ്മൾ തയ്യാറാവുന്നില്ല എങ്കിൽ നമുക്കുള്ള വെളിച്ചം കൂടി നഷ്ടപ്പെടുമെന്ന് നമുക്ക് ഈ വാക്യത്തിലൂടെ മനസ്സിലാക്കാം. ഈ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ നോമ്പുകാലം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ. മറ്റുള്ള ജീവിതത്തിലേക്ക് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വെളിച്ചത്തെ പ്രകാശിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ നോമ്പുകാലം അത്രയും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.